ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും ഇപ്രാവശ്യത്തിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത വർഷം ഫുൾ മാർക്ക് തന്നെ വാങ്ങണം, എപ്പോഴും നമുക്ക് മാർക്ക് കൂടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. പക്ഷേ ഇൻ റിയാലിറ്റി വരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഒന്ന് മാറി പോവാറുണ്ട് അല്ലെ. കാരണം എന്താണ്, എപ്പോഴും നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും കുറയില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് ഇനി നേരെ 8ാം ക്ലാസ്സിലേക്ക് കടക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതിനേക്കാളും കുറവ് ടോപ്പിക്സോ അല്ലെങ്കിൽ കുറവ് കാര്യങ്ങൾ മാത്രമാണ് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല. എപ്പോഴും നമ്മൾ ഇപ്പോൾ ഉള്ള ക്ലാസ് ഏതാണോ അതിനേക്കാളും കൂടുതലായിരിക്കും നമുക്ക് അടുത്ത ഇയറിൽ പഠിക്കാനുണ്ടായിരിക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ക്ലാസ്സുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല, അത് കൂടെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ഹയർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ ഇപ്പോഴുള്ള ചെറിയ 5, 6, 7 ക്ലാസ്സുകളൊന്നും നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് അതിന്റെ ഹയർ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ഈവൻ മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഹിന്ദി ആയാലും മാത്സ് ആയാലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാലും ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാലും പലർക്കും ഈവൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം നമുക്ക് 8ാം ക്ലാസ്സിന്റെ ഒരുപാട് കുട്ടികൾ ഫെയിൽ ആയതിന് കാരണം 8ാം ക്ലാസ് ആയിട്ടും അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്രയും വലിയ ക്ലാസ് ആയിട്ടും എഴുതാനും വായിക്കാനും മര്യാദയ്ക്ക് അറിയാത്ത കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത വർഷം പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇനി ഫെയിൽ ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമിനർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത്രയധികം നന്നായിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള അടുത്ത ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസിക്സ് ഫുള്ള് സെറ്റാക്കി തരാനായിട്ട് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ റെഡി ആയിട്ട് വരാനായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാവരും, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോ. അടിപൊളിയായിട്ട് ബേസിക്സിന്റെ ക്ലാസ് ഫുള്ള് സെറ്റ് ആക്കുന്നു. അപ്പൊ ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആരും മിസ്സാക്കരുത് മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ഇത് ചെയ്തു തരുന്നത്. ഇതിനെല്ലാവരും നിങ്ങൾ റെഡിയാണ്. ഇന്ന് മുതലുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വേഗം തന്നെ റെഡി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം.